മുകേഷ് MLA-ക്കെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ പരാതിക്കാരിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകൾ, സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും SIT. താരസംഘടന അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. ആലുവ സ്വദേശിയെ നടിയുടെ പരാതിയിൽ കേസെടുത്തത് മരട് പോലീസ്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, സാഹചര്യ തെളിവുകളാണ് ഇപ്പോൾ SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നും കുറ്റപത്രം പറയുന്നു. ഈ പരാതിക്കാരിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും ഒക്കെ തെളിവുകളാണെന്ന് പറയുന്നു. താരസംഘടനയിൽ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. ആ പരാതി പ്രാഥമികമായി ശരിവയ്ക്കുകയാണോ കുറ്റപത്രം? ഡോക്ടർ അരുൺകുമാർ, മുകേഷ് MLA-ക്കെതിരായ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മുകേഷ് അടക്കമുള്ള സിനിമാ താരങ്ങൾക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങളുമായി ചിലർ എത്തിയത്. എന്തായാലും ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം, ഇതിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ 2010 മരടിലെ ഫ്ളാറ്റിൽ വെച്ചാണ് ഇത്തരമൊരു പീഡനം ഉണ്ടായതെന്നതാണ് പരാതി. ഈ സംഭവത്തിന് മുൻപും അതിനുശേഷവും ഈ പരാതിക്കാരിയും മുകേഷും തമ്മിൽ നടന്ന ഈ വാട്സപ്പ് സന്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘം വീണ്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇടവേള ബാബുവിനെതിരെ അടക്കമുള്ള കുറ്റപത്രം നേരത്തെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. നേരത്തെ താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചു എന്നതായിരുന്നു ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി. ഇതിൽ ആദ്യം മരട് പോലീസാണ് കേസെടുത്തത്. അതിനുശേഷം ഈ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയായിരുന്നു. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അന്ന് ആദ്യഘട്ടത്തിൽ മുകേഷ് പറഞ്ഞത് ഈ നടി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്, തന്നിൽ നിന്നും പണമടക്കം വാങ്ങാൻ വേണ്ടി നടി ശ്രമിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള ചില ഭീഷണികൾ തനിക്കുണ്ടായിട്ടുണ്ട് തുടങ്ങിയ ചില കാര്യങ്ങളായിരുന്നു മുകേഷ് പ്രധാനമായും ആരോപിച്ചിരുന്നത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ വിശദമായ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുകേഷ് MLA-യും ഈ പരാതിക്കാരിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ, അതോടൊപ്പം തന്നെ ഇമെയിൽ സന്ദേശങ്ങൾ, ഇതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ. ഇതിൽ നേരത്തെ റിക്കവർ ചെയ്യാൻ കഴിയാതിരുന്ന ചില സന്ദേശങ്ങൾ പിന്നീട് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില നിർണായക സാക്ഷിമൊഴികളും ഈ കുറ്റപത്രത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, എന്തായാലും ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത്. സാഹചര്യ തെളിവുകളുണ്ട്. AMMA സംഘടനയിൽ അംഗത്വം നൽകാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നാണ് ഈ ആലുവ സ്വദേശിനിയായ നടി കൊടുത്ത പരാതി. അതിൽ ചില വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു. നേരത്തെ ഈ നടിയും നമ്മുടെ ചാനലിൽ തന്നെ വന്ന് ഇത്തരം വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സംബന്ധിച്ചതാണ്. അത് ഈ നടനുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ ഇപ്പോൾ പോലീസ് റിട്രീവ് ചെയ്തിരിക്കുന്നു. പഴയ ചില വാട്സപ്പ് ചാറ്റുകൾ കൂടി റിട്രീവ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ, ഈ കേസ് വരുന്ന സമയത്ത് അന്ന് മുകേഷ് ജാമ്യം കിട്ടാൻ വേണ്ടി പ്രധാനമായിട്ടും ഉപയോഗിച്ച ഒരു ഡിജിറ്റൽ തെളിവെന്നുള്ളത് ഈ നടി മുകേഷിന് അയച്ചിരിക്കുന്ന ചില മെസ്സേജുകൾ എടുത്ത് കാണിച്ചിരുന്നു. പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് ചില വാട്സപ്പ് ചാറ്റുകൾ നടത്തിയിരുന്നു. ഇതൊക്കെയാണ് അന്ന് മുകേഷ് MLA-ക്ക് ജാമ്യം കിട്ടാൻ സഹായമായത്. അപ്പോൾ ആ തെളിവുകൾ കൂടി ഇപ്പോൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ടാവും. അതിന് മുൻപത്തെ വാട്സപ്പ് ചാറ്റുകളും പോലീസ് റിട്രീവ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അതായത് ഈ അരുൺകുമാർ, ഈ സംഭവം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് മുൻപുണ്ടായിരുന്ന ചാറ്റുകൾ, അതിനുശേഷം ഇരുവരും തമ്മിൽ നടത്തിയ ചാറ്റുകളൊക്കെ തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ റിട്രീവ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ മുകേഷ് MLA പറഞ്ഞിരുന്നത് അതിന് വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 2020 ശേഷം അടക്കം തന്നെ ഇത്തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് തന്നെ ഭീഷണിപ്പെടുത്തി തന്നിൽ നിന്നും പണം ഈടാക്കാൻ ഈ നടി ശ്രമിച്ചിട്ടുണ്ട്. പലതവണ ഇത്തരത്തിൽ പരാതി നൽകുമെന്നടക്കമുള്ള ഭീഷണികൾ തനിക്കുണ്ടായിട്ടുണ്ട്
എന്നൊക്കെ തന്നെ മുകേഷ് MLA പറയുന്നുണ്ട്. പക്ഷെ അന്ന് ആ നടി പറഞ്ഞത് അത് താനല്ല, തൻ്റെ ഫോണിൽ നിന്ന് മറ്റാരോ തനിക്കറിയാവുന്ന തൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് ഇത്തരം സന്ദേശങ്ങൾ അയച്ചത് എന്ന മറുപടിയായിരുന്നു അന്ന് ആ പരാതിക്കാരിയായ നടി നൽകിയത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്വാഭാവികമായും ഇതിൽ കുറ്റപത്രം നൽകുമ്പോൾ സ്വാഭാവികമായും പോലീസ് പ്രധാനമായും മുഖവിലക്കെടുത്തത് ഇരുവരും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന സന്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്നതിന് ശേഷം ഉള്ള പരസ്പരം നടന്ന കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളാണ് പ്രധാനമായും പോലീസ് റിട്രീവ് ചെയ്ത് എടുത്തത്. ആദ്യഘട്ടത്തിൽ പോലീസിന് ഇത് ലഭ്യമായിരുന്നില്ല. പിന്നീട് വിശദമായി നടത്തിയ പരിശോധനയിലാണ്, ശാസ്ത്രീയ പരിശോധനയിലാണ് ഇത്തരം നിർണായകമായ തെളിവുകൾ കൂടി അവർ വീണ്ടെടുത്തത്. അതോടൊപ്പം തന്നെ ചില നിർണായകമായ സാക്ഷിമൊഴികളുമുണ്ട്. അതിനുശേഷം നേരത്തെ ഈ സ്ഥലത്ത് ഈ നടിയുമായി ഈ മരടിലെ ഫ്ളാറ്റിലടക്കം എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവിടെ വെച്ച് ഇത്തരത്തിൽ കൃത്യമായ നടിയുടെ ചില മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴികളും അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രീയ തെളിവുകളും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനുകുമാർ. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. മുകേഷിനെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതിയിലാണ് ഡിജിറ്റൽ തെളിവുകൾ മുകേഷ് MLAക്കെതിരെ ഉണ്ട് എന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇമെയിലും വാട്സപ്പ് ചാറ്റുകളും പരിശോധിച്ച ശേഷമാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി ആ കുറ്റപത്രത്തെ തുടർന്ന് ഇനിയുള്ള വിചാരണ നടക്കും. ആ തെളിവുകൾ തീർച്ചയായിട്ടും പോലീസ് പ്രോസിക്യൂഷന് ഹാജരാക്കും. തിരിച്ച് ഇപ്പോൾ മുകേഷ് MLAക്ക് പറയാനുള്ള കാര്യങ്ങളും കോടതി കേൾക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 43 ആയിരിക്കുന്നു. കുഞ്ഞിപ്രസാദ്, സിനിമാ ലോകം കാണിക്കേണ്ട ആവശ്യം തീരെയില്ല. ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തിനു വാർത്തയാക്കണം? അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ? മാത്രമല്ല അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് ഇവരിൽ പലരും എന്നുള്ളതും പ്രത്യേകതയാണ്. ഋഷു, വെരി ഗുഡ് മോർണിംഗ്. മനോജ് വർഗീസ്, വെരി ഗുഡ് മോർണിംഗ്. കെവിൻ എബ്രഹാം, ഗുഡ് മോർണിംഗ്. അജിത, കേരളം ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണ് എന്ന് പറയുന്നു. കുഞ്ഞേപ്പ് പറയുന്നു വീണ്ടും അശ്ലീലത്തിൻ്റെ ചവറ്റുകൊട്ട തുറന്നു എന്നുള്ളതാണ്. പക്ഷേ ആ വാർത്തകളൊക്കെ നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒരു MLA കൂടിയാണല്ലോ ഈ നടൻ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതൊരു വാർത്തയാണ്.